എന്തെങ്കിലും ഒരു 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 വീടാക്കടം ആയിത്തീരരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈ നാടകത്തിലെ നായകർ യഥാർത്ഥത്തിൽ ജനങ്ങളാണ്. അതിൻ്റെ ഏറ്റവും മുന്നണിയിൽ അച്ഛൻ നിൽക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഈ നാടകം അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ അറിയാതെ എൻ്റെ കൈകൾ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്ന എൻ്റെ രാഷ്ട്രീയ ബോധം പലപ്പോഴും ഇതിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള അവസാനത്തെ പിരിയുന്ന രംഗം മരണത്തിലേക്ക്, സമരത്തിലേക്ക് മാത്രമല്ല, ഇത് മരണത്തിലേക്കുള്ള വഴി കൂടിയാണ് എന്ന് പറഞ്ഞ് കയ്യിലെ വാച്ചും പേനയും അഴിച്ച് അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഇറങ്ങിപ്പോകുന്ന രംഗം എന്ന് പറയുന്നത് ആകെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു രംഗമാണ്. നരിപ്പറ്റ രാജു എന്ന പ്രതിഭാധനായ സംവിധായകൻ അത് എങ്ങനെയാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നതെന്ന് നാടകം കണ്ടാലറിയും. ആ ഒരു രംഗത്തിൽ സത്യത്തിൽ കുടുംബജീവിതത്തെ മൊത്തമായി ഒതുക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഒക്കെ പിന്നീട് തുടരുന്ന ജീവിതത്തിലേക്ക് പടർന്നു കയറിയ ഒരു രാഷ്ട്രീയ ബോധത്തെയും ജീവിത ബോധത്തെയും മുഴുവൻ ആ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള രംഗത്തിലേക്ക് ഒരു ചിമിഴിൽ എന്ന പോലെ ഒതുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ശ്രീ മുരളി, നേരത്തെ ഞാൻ പറഞ്ഞു, താങ്കളുടെ ലേഖനത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിരുന്നു, അരി വറുത്തതും അതുപോലെ കട്ടൻ കാപ്പിയും കുടിച്ചു കഴിഞ്ഞ ഒരു കാലം. പ്രസ്ഥാനത്തിന് വേണ്ടി, ആശയങ്ങൾക്ക് വേണ്ടി, സ്വന്തം സങ്കല്പങ്ങൾക്ക് വേണ്ടി, ഒരു നല്ല പ്രഭാതത്തിന് വേണ്ടി പോരാടാനായി നിങ്ങൾ അതുപോലെയായിരുന്നു അന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ, പ്രത്യേകിച്ച് പാർട്ടിയുടെയും പ്രസ്ഥാനങ്ങളുടെയും അപജയങ്ങളുടെ കാലത്ത്? ഒരിക്കലും നഷ്ടബോധം തോന്നുന്നില്ല. ഒരു ബൂർഷ്വാ സമുദായത്തിൽ അതുമായി ഏറ്റുമുട്ടുന്ന ഒരു വിപ്ലവ മുന്നേറ്റത്തിന് തീർച്ചയായിട്ടും ഈ ഏറ്റുമുട്ടുന്ന ശക്തികളുടെ സ്വാധീനം അതിലേക്ക് പടർന്നു കയറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് 1930കളുടെ അവസാനം പി കൃഷ്ണപിള്ള പോലും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ സഖാവ് പി കൃഷ്ണപിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അതിന് വളരെയധികം സാധ്യതകളുണ്ട്. ഏറ്റുമുട്ടുന്ന ശക്തികളുടെ അംശങ്ങൾ പലപ്പോഴും തിരിച്ചു പടരുവാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായ സമരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും ഒരു വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കെ ആ മുന്നേറ്റത്തിലേക്ക് പടർന്നു കയറുന്ന എല്ലാത്തരം രോഗാണുക്കൾക്കുമെതിരായ പ്രതിരോധത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും ഒരു സമരം കൂടിയാണ് നമ്മുടെ നാടകത്തിൻ്റെതും പൊതുപ്രവർത്തനത്തിൻ്റെതുമായ കൂട്ടായ്മകളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് അതിനെതിരായ ഒരു പ്രതിരോധ പ്രവർത്തനം കൂടി ഇത്തരം നാടക പ്രവർത്തനങ്ങളിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ കരുവള്ളൂർ മുരളി, കുരുതിപ്പാടം എന്ന ഒരു പേരിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? തീർച്ചയായും ഈ കുണിയനിലെ വയൽക്കളത്തിൽ, അതായത് ഞാൻ 10-30 വർഷം മുമ്പ് എഴുതിയിട്ടുള്ളൊരു കവിതയാണ് എൻ്റെ ചുവന്ന മണ്ണിൻ്റെ പാട്ട്. ഞാനും എൻ്റെ അനിയൻ ജയദേവനും കൂടി അത് ഈ കേരളത്തിൽ ആയിരക്കണക്കിന് വേദികളിലാണ് ചൊല്ലിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ രംഗാവതരണവും അതിൻ്റെ ഒരു കവിതയുടെ ദൃശ്യാവിഷ്കരണവും ഉണ്ടായിട്ടുണ്ട്. അത് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ തന്നെ പാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എത്രയോ വേദികൾ, അത് ഇപ്പോഴും മനഃപ്പാഠമാക്കിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ എവിടെയുണ്ട്, പ്രത്യേകിച്ച് വടക്കേ മലബാറിലുണ്ട്. അതുകൊണ്ട് ആ കവിതയുടെ ആദ്യ ശ്രോതാവ് മരിച്ചുപോയ എൻ്റെ അച്ഛനാണ്, കരുവള്ളൂർ സമരനായകനായ സഖാവ് വി കുഞ്ഞമ്പു. ആ കവിതയിൽ നിന്നാണ് ഒരർത്ഥത്തിൽ ഈ നാടകത്തിലേക്ക് വരുന്നത്. കുണിയനിലെ പുഴയുടെ തീരത്ത് ഇപ്പോഴും അവിടെ ആ നിലനിൽക്കുകയാണ്. മനുഷ്യരുടെ ചോര വീണ് നനഞ്ഞ ആ പാടം, എല്ലാ പാടങ്ങളും ഇല്ലാതാവുമ്പോൾ ആ പാടം നികത്തിയിട്ട് റിസോർട്ട് കെട്ടാനുള്ള ഒരു സാധ്യത പോലും എൻ്റെ ഈ ഭ്രാന്തമായൊരു മനസ്സിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ നിന്നാണ് ഈ നാടകം ആരംഭിക്കുന്നത്. സമരം നടന്ന മണ്ണിൽ, ചോര വീണ മണ്ണിൽ വന്ന് മണ്ണിട്ട് നികത്തിയിട്ട് റിസോർട്ട് കെട്ടാൻ നടത്തുന്ന ശ്രമത്തെ പുതിയ കാലത്തിൻ്റെ ഒരു പ്രതിനിധി ആ ടിപ്പറിന് മുമ്പിൽ കയറി നിന്നിട്ട് അയാൾ ചോരയിൽ കുളിച്ചു വീഴുന്നതിൽ നിന്നാണ് ഈ നാടകം തുടങ്ങുന്നത്. അതുകൊണ്ട് എല്ലാത്തരം അധിനിവേശങ്ങൾക്കും മൂലധന ശക്തികളുടെ കടന്നുകയറ്റങ്ങൾക്കും എതിരായ പ്രതിരോധത്തിൻ്റെ ഒരു ചൂണ്ടുവിരലായിട്ടാണ് ഈ നാടകത്തിൻ്റെ തുടക്കം. ശ്രീ മുരളി, മൂർച്ചയും ശക്തിയുമുള്ള വാക്കുകളാണ് താങ്കളുടേത്. തീർച്ചയായും ഈ നാടകവും അങ്ങനെ തന്നെ ആവണം. ഈ നാടകത്തിൽ നിന്ന് താങ്കളുടെ ഭാഷയിൽ, താങ്കളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൂർച്ചയേറിയ ഭാഷയിൽ വികാരനിർഭരമായ ഒരു രംഗത്തിലെ ഒരു 2 വരി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. ഇതിൽ എവി എന്ന കഥാപാത്രം അവസാനമായി കുണിയനിലെ ഈ സമരഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ വെറും 3 വർഷം മാത്രമാണ് വിവാഹത്തിൻ്റെ അളവ്. 3 വർഷം, 43-ലാണ് വിവാഹം നടക്കുന്നത് അവരുടെ. 3 ആഴ്ച പോലും അവർ ഒന്നിച്ച് താമസിച്ചിരുന്നില്ല. അവർ പിരിയുമ്പോൾ സത്യത്തിൽ ഗർഭിണിയായ ദേവയാനി തൻ്റെ പ്രിയതമയെ, തൻ്റെ കാമുകിയും ഭാര്യയും ആയിത്തീർന്ന സഹപ്രവർത്തകയെ ഞാൻ കൂടി വരാം എന്ന് ദേവയാനി പറയുമ്പോൾ എവി അവരോട് തിരിച്ചു പറയുന്നത്, 3 വർഷമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 ആഴ്ച പോലും ഒന്നിച്ച് കഴിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.
നിന്നോടൊത്തുള്ള ഒരു ജീവിതം, നമ്മുടെ കുട്ടികൾ, ഒരു ചെറിയ വീട്, എനിക്കും ചില സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പോട്ടെ, നമുക്ക് പിരിയാൻ നേരമായി. ഇത് പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. ഒരർത്ഥത്തിൽ ഈ നാടകത്തിൻ്റെ വൈകാരികവും വ്യക്തിപരവുമായ ഒരു തലം മുഴുവൻ ഈ സംഭാഷണ ശകലത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഈ നാടകത്തിൻ്റെ ആരംഭ ദൃശ്യത്തിൽ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ ഒരു വായനശാലയിൽ ഇരുന്ന് അവർ വായിക്കുകയല്ല, പുസ്തകങ്ങൾ അടച്ചു വെച്ച ഷെൽഫിന് തൊട്ട് മുന്നിലിരുന്ന് അവർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. MTVയിലെയോ ഫാഷൻ ചാനലിലെയോ ദൃശ്യങ്ങളിൽ അവർ മതിമറന്ന് ആടുന്ന ഒരു സന്ദർഭത്തിൽ സംവിധായകനായ നരിപ്പറ്റ രാജു അത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ പുസ്തക ഷെൽഫുകൾ തകർത്ത്, ചരിത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും ഷെൽഫുകൾ തകർത്ത് ഈ കഥാപാത്രങ്ങൾ AV കുഞ്ഞമ്പൂവും K കൃഷ്ണൻ മാസ്റ്ററും പയങ്ങപ്പാടൻ കുഞ്ഞിരാമനും കൂടി ഇറങ്ങി വരുന്ന ഒരു ദൃശ്യത്തോടെയാണ്. അവർ വന്നിട്ട് അതിൽ AV ഈ കഥാപാത്രങ്ങളോട് പറയുന്നത്, പോയി പറയേ എൻ്റെ മക്കളെ, ഞങ്ങളുടെ കാരണവന്മാരും ഞങ്ങളുടെ പിതാക്കളും ചേർന്നിട്ട് ചോര കൊടുത്ത് നേടിയ മണ്ണാണിത്. നിങ്ങളുടെ ചോരക്കറയുള്ള നോട്ടുകൾക്ക് ഞങ്ങളിത് വിൽക്കില്ല എന്ന് നിങ്ങൾ ചെന്ന് പറയൂ. എൻ്റെ നാടിനെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളട്ടെ, ഞങ്ങൾ അഭിമാനിക്കട്ടെ എന്നാണ് മറ്റൊരു സംഭാഷണ ശകലം. ശ്രീ മുരളി, ദേവയാനി താങ്കളുടെ അമ്മയാണ്. ആ അമ്മ എന്നെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഒരു നല്ല നാടകൃത്തായി തീരും മകനെന്ന്? എൻ്റെ അവസാനത്തെ നാടകമല്ല, അമ്മ കണ്ടിട്ടുള്ള അവസാനത്തെ നാടകം ചെഗുവേരയാണ്. ചെഗുവേര ആണ് എനിക്ക് ഏറ്റവും അധികം അംഗീകാരം നേടിത്തന്നത്. കേരളത്തിൽ ഏതാണ്ട് 300ഓളം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടത്. സാഹിത്യ അക്കാദമിയുടെയും സംഗീത അക്കാദമിയുടെയും ഈ നാടകത്തിൻ്റെ അവതരണ അമ്മ കണ്ടിട്ടുണ്ട്. ഏറ്റവും അധികം ഉജ്ജ്വലമായ ഒരു അവതരണം. മാത്രമല്ല, ഈ നാടകം പുസ്തകമായിട്ട് NBS പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ പ്രകാശന ചടങ്ങിന് പോയി ഞാൻ തിരിച്ചെത്തുന്ന ദിവസം ആ പുസ്തകമായിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും അമ്മ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് അമ്മ എൻ്റെ നാടക ജീവിതം കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വളരെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു പ്രതീക്ഷ ഉണ്ടാവാൻ ഇടയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ കരിവെള്ളൂർ മുരളി, താങ്കളുടെ ആത്മാവും ജീവിതവും എല്ലാമാണ് ഈ നാടകം. താങ്കളുടെ ഇപ്പോൾ ഞങ്ങൾക്കായി പറഞ്ഞ, പ്രേക്ഷകർക്കായി പറഞ്ഞ വാക്കുകൾ ഇത് കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയം, ഈ നാടകത്തിന്റെ രചനയിൽ എപ്പോഴെങ്കിലും അച്ഛനും അമ്മയുമായുള്ള ആ രംഗങ്ങൾ എപ്പോഴെങ്കിലും ഇല്ല എനിക്കിനി ഇത് എഴുതാൻ കഴിയില്ല എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടായോ? അതോ അതിനെ അതിജീവിക്കുന്ന മറ്റെന്തെങ്കിലും ശക്തി അന്നേരത്ത് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇത് എഴുതാൻ അമ്മയുടെ തന്നെ ഓർമ്മക്കുറിപ്പുകളായ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എഴുതണം, ദൃശ്യവൽക്കരിക്കണമെന്ന് എന്നോട് പലരും പറയുന്നുണ്ട്. ഇതിൻ്റെ സംഘർഷങ്ങൾ മുറിച്ചു കിടക്കാനാവില്ല എന്നൊരു തോന്നലിലാണ് ഞാൻ അതിൻ്റെ എഴുത്തിൽ നിന്ന് പലപ്പോഴും പിൻവാങ്ങിയിട്ടുള്ളത്. ഇത് വെള്ളൂർ സെൻട്രൽ ആർട്സിലെ പ്രവർത്തകരുടെ ഒരു നിർബന്ധം ഉണ്ടായപ്പോൾ ഞാൻ അറിയാതെ എഴുതി തുടങ്ങിയത് പലപ്പോഴും എൻ്റെ എഴുത്തുമേശയിൽ ഈ കടലാസുകൾ മുഴുവൻ കണ്ണീരിൽ കുതിരുകയായിരുന്നു.